മനുഷ്യജീവന് യാതൊരു വില കൽപ്പിക്കാത്ത നിലയിലാണ് സംസ്ഥാന സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയുണ്ടല്ലോ, 2 വർഷം കഴിയട്ടെ എന്നിട്ട് നോക്കാമെന്നാണ്. ആ നിലയിലാണ് പ്രസ്താവന നടത്തുന്നത്. മനുഷ്യജീവൻ ഇങ്ങനെ പൊലിഞ്ഞു പോവുകയാണ്. അടിയന്തര നടപടിയാണ് വേണ്ടത്. ഇവിടെ തന്നെ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഒരാൾ പോലും എത്താൻ തയ്യാറായിട്ടില്ല. നേരത്തെ ഇങ്ങനെയാണോ വയനാട്ടിൽ? നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ. ഒരു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധിച്ച ആളുകൾ എത്തുമല്ലോ. അതുപോലെ തന്നെ ജില്ലയിലെ മന്ത്രിമാർ ആ സമയത്ത് കൃത്യമായി എത്താറുണ്ടല്ലോ. ജില്ലയിലൊരു മന്ത്രിയുണ്ടല്ലോ, അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രിയുണ്ടല്ലോ. ഇവരൊക്കെ എന്താ നിലപാട്? മനുഷ്യന് വില കൽപ്പിക്കാത്ത നിലയിലേക്ക് പെരുമാറിയാൽ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും. ബന്ധുക്കളുടെയും ജനങ്ങളുടെയും പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായ ആളുകൾ വരണം, മന്ത്രിമാർ വരണം. ഇവിടെ നഷ്ടപരിഹാരം ഇന്ന് തന്നെ കൈമാറാൻ ആവശ്യമായ നിലപാടുണ്ടാവണം. ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഉറപ്പ് വേണം. ഇവിടെ മൃതദേഹം കാണാൻ പോലും തയ്യാറാകാത്ത ഒരു ജനപ്രതിനിധിക്ക് അങ്ങനെ ഉറപ്പ് നൽകാൻ കഴിയുമോ? അപ്പം മൃതദേഹം കാണുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ജനപ്രതിനിധികൾ എത്രമാത്രം ഈ വിഷയത്തിൽ വില കൽപ്പിക്കുമെന്നാണ് കാണുന്നത്. അതുകൊണ്ട് അടിയന്തര നടപടി ഉണ്ടാകാൻ ആവശ്യമായ നിലപാടുണ്ടാവണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വരണം, അടിയന്തരമായി വരണം. അതാണ് ചർച്ച നടത്തിയത് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകാമെന്ന് വിചാരിച്ചാണല്ലോ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ആ സമയത്ത് ഈ മൃതദേഹം ഇപ്പോൾ 1 മണിക്കൂറധികമായി ഈ മുൻപിൽ ഇവിടെ ഇങ്ങനെ വെച്ചൊരു അനാദരവ് പോലെ തന്നെയല്ലേ? അല്ല, ഇവിടെ അവരുടെ ബന്ധുക്കളും നാട്ടുകാരുടെയും പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരട്ടെ, ജില്ലാ ഭരണകൂടത്തിൻ്റെ ആളുകൾ വരട്ടെ. അവരധിക ദൂരമൊന്നുമില്ലല്ലോ വരാൻ. ഇവിടെ എന്താ ഇതുവരെ എത്താത്തത്? മനുഷ്യജീവനൊരു വിലയില്ലേ? സർക്കാരല്ലേ അതിൽ നിർദ്ദേശം കൊടുക്കേണ്ടത്? ജില്ലാ ഭരണകൂടത്തിന് ഉൾപ്പെടെ നിർദ്ദേശം കൊടുക്കേണ്ടത് സർക്കാരല്ലേ? ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അടിയന്തരമായി എത്താനും വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനല്ലേ? അപ്പോൾ അതിനനുസരിച്ച് അവരെന്താ വരാൻ തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ്? അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ആളുകൾ വരണം. അതാണ് അടിയന്തരമായി വേണ്ടത്. അതോടൊപ്പം തന്നെ ചർച്ചയ്ക്ക് ആവശ്യമായി ജില്ലാ ഭരണകൂടത്തിൻ്റെ ആളുകൾ വളരെ പെട്ടെന്ന് വരട്ടെ. മന്ത്രിമാർ ഉടനെ തന്നെ പിന്നീട് വരാൻ വേണ്ടി തയ്യാറാണ്. കളക്ടർ ഉൾപ്പെടെ വരട്ടെ. ജില്ലാ ഭരണകൂടത്തിൻ്റെ ആളുകളല്ലേ, കളക്ടർ ഉൾപ്പെടെ അടിയന്തരമായി വരട്ടെ. അതല്ലേ ചെയ്യേണ്ടത്? എന്നാലല്ലേ കൃത്യമായ ഒരു ഉറപ്പ് നൽകാൻ പറ്റുള്ളൂ. ഉറപ്പ് മാത്രം പോരാ, നഷ്ടപരിഹാരം ഉൾപ്പെടെ ഇന്ന് തന്നെ കൈമാറുന്ന നിലയുണ്ടാവണം. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനു മുമ്പ് എത്ര മണിക്കൂർ ഈ പല പ്രദേശത്തും ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ എന്താ ചെയ്തത്? കൃത്യമായി സർക്കാർ ഇടപെട്ടു, മന്ത്രിമാർ വന്നു, ജില്ലാ ഭരണകൂടത്തിൻ്റെ ആളുകൾ വന്നു, അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. അതല്ലേ ഉണ്ടായത്? ഇവിടെ ഇപ്പം എന്താ 2 ആഴ്ചക്കുള്ളിലാണ്. നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? 2 ആഴ്ചക്കുള്ളിൽ 2 പേർ മരിച്ചിരിക്കുന്നു. അത് ഗൗരവമായ വിഷയമാണ്. അതോടൊപ്പം തന്നെ 6 പേർ 20 ദിവസത്തിനിടയിൽ 6 പേർ മരിച്ചിരിക്കുന്നു. ആ ഘട്ടത്തിലെല്ലാം തീർച്ചയായിട്ടും ഇല്ലേ? റിപ്പോർട്ടർ ചാനൽ അത് കണ്ടിട്ടില്ലേ പ്രതിഷേധം? ഇല്ലേ? അല്ല, നിങ്ങൾ പറയൂ. അല്ല, റിപ്പോർട്ടർ ചാനലാണല്ലോ ഇപ്പൊ ചോദിക്കുന്നത്. നിങ്ങൾ പറയൂ, ഇതിൽ പ്രതിഷേധം ഉണ്ടായിട്ടില്ലോ ഇല്ലയോ? ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങളാണല്ലോ ഇപ്പൊ ചോദിച്ചത്. അപ്പൊ വെറുതെ നിങ്ങൾ ആരെങ്കിലും വെള്ളപൂശാനാണ് അങ്ങനെ പറയാം. അതെ, നിങ്ങൾക്കറിയാത്തതാണോ ഈ ജില്ലയിൽ ഇതിനു മുമ്പ് കാട്ടാനാക്രമവും മറ്റ് ഉണ്ടായ ഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു? ഇവിടെ ഉണ്ടല്ലോ അനുഭവം. കാഷ്വാലിറ്റിയിൽ നിന്ന് എടുത്ത് ഓടിയ അനുഭവം ഉണ്ടല്ലോ. അങ്ങനെ ഇത് ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമല്ല. ഇവിടെ ജനങ്ങളുടെ പ്രതിഷേധം. ഞങ്ങളും ആ പ്രതിഷേധത്തിലൊക്കെ ഞങ്ങളും കൂടെ ആ പ്രതിഷേധത്തിൽ പങ്കാളിയായവരാ. അന്നും ഞങ്ങൾ പ്രതിഷേധത്തിൽ പങ്കാളിയായവരാ. അന്ന് ഇത്തരത്തിലുള്ള കാട്ടാന അക്രമവും മറ്റും മരണം ഉണ്ടായപ്പോൾ ആ ഘട്ടത്തിലും ഞങ്ങളെല്ലാം കൃത്യമായി സമരത്തിലും മറ്റും പങ്കാളി. അന്നുണ്ടായ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്, ജില്ലയിൽ മന്ത്രിയുണ്ടെങ്കിൽ അടിയന്തരമായി എത്തും, ഇല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തും. ഇവിടെ ഇത്ര സമയമായിട്ട് എത്താൻ തയ്യാറായോ? ജില്ലാ ഭരണകൂടത്തിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തണം. അതാണ് പറയുന്നത്. ചർച്ചയുടെ കാര്യം എന്താണെന്നുള്ളത് ജനങ്ങളും കൂടെ പ്രതിഷേധക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ അടിയന്തരമായി ജില്ലാ ഭരണകൂടത്തിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തണം, നഷ്ടപരിഹാരം നൽകണം, അതിനാവശ്യമായ കാര്യം ഉണ്ടാവണം. അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് അടിയന്തരമായി ഉണ്ടാവണം. നഷ്ടപരിഹാരം കിട്ടിയ പ്രതിഷേധ അവസാനം അല്ല, ഇതിൽ ചർച്ചകളിലാണല്ലോ ബാക്കി കാര്യങ്ങൾ വരിക. നഷ്ടപരിഹാരം വേണം. ഇനി ആ കാട്ടാന ആക്രമണം ഉൾപ്പെടെ തടയുന്നതിനാവശ്യമായ ത്വരിതമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. ഫെൻസിങ് ഉൾപ്പെടെ അവിടെ വർക്ക് ചെയ്യാത്ത നിലയിലൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തിലെല്ലാം നടപടികൾ ഉണ്ടാവണം. ഇപ്പോൾ ജില്ലയിലൊക്കെ പല സ്ഥലത്തും ഫോറസ്റ്റിൻ്റെയും മറ്റും ഉദ്യോഗസ്ഥരൊക്കെ തലങ്ങും വിലങ്ങും മാറ്റുകയാണ്. പകരം സംവിധാനം ഇവിടെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇവിടെ ആളുകളില്ല. മന്ത്രിമാർക്ക് ഇതിന് നേരമില്ല. മന്ത്രി പറയുന്നത് 2.5 വർഷം കഴിയട്ടെ എന്നിട്ട് നോക്കാമെന്നാണ്. മനുഷ്യജീവനുകൾ പൊലിയുമ്പോൾ ഒരു മന്ത്രി പറയേണ്ടത് അങ്ങനെയാണോ? ആ രൂപത്തിലുള്ള പ്രതികരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റേ മാറിയിട്ടുള്ളൂ.
മന്ത്രിയെ മാറിയിട്ടുള്ളൂ, ആന മാറിയിട്ടില്ല എന്ന് അങ്ങനെയാണോ ഒരു മന്ത്രി പ്രതികരിക്കേണ്ടത്? അങ്ങനെയാണോ നേരത്തെയുള്ള മന്ത്രിമാർ പ്രതികരിച്ചിരുന്നത്? മന്ത്രിമാർ ഉൾപ്പെടെ എത്തുകയും ഇടപെടുകയും ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇവിടെ ഇപ്പോൾ അടിയന്തരമായി വേണ്ടത് ഒരു 2 ആഴ്ചക്കുള്ളിൽ 2 മനുഷ്യജീവനും പൊലിഞ്ഞിരിക്കുന്നു. ഇന്ന് ഒരു മനുഷ്യജീവനും പൊലിഞ്ഞിരിക്കുന്നു. അടിയന്തരമായി ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ വന്ന് ചർച്ച ചെയ്യാനും പ്രതിഷേധക്കാരുമായി ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. അത് അടിയന്തരമായി ചെയ്യണം. ഇത്ര സമയമായിട്ട് എന്തുകൊണ്ടാണ് എത്താത്തത്? അത് ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിരിക്കുമല്ലോ, അല്ലെ എത്തണ്ടേ? നേരത്തേക്ക് എത്താറുണ്ടല്ലോ ജില്ലാ ഭരണകൂടം, എന്തുകൊണ്ടാണ് ഇപ്പോഴും എത്താത്തത്?